ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. അന്തീനാട് ഇടവാംഗവും വിൻസെൻഷൻ സഭയിലെ അംഗവുമായ ഫാദർ മൈക്കിൾ പനച്ചിൽ അച്ഛൻ തൻ്റെ ധ്യാനത്തിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്തിയ ദൈവരാജ്യത്തിൻ്റെ ചില രഹസ്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വചനോത്സവത്തിൻ്റെ സ്ഥാപക പത്രാധിപരിൽ ഒരുവനും ലോഗോസ് ധ്യാനത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് അച്ഛൻ. അച്ഛനോട് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം, യേശു സുവിശേഷം ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്താണ് ദൈവരാജ്യം എന്നുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്? സാധാരണ ധ്യാനകേന്ദ്രങ്ങളിൽ കേൾക്കുന്ന ഒരു മറുപടി ഇതാണ്: ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. എന്നാൽ അതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സംഗതി ഇതാണ്: രാജ്യം എന്നാൽ ഭരണമെന്നാണ് അർത്ഥം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്, നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ രാജ്യം എടുത്ത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് ലഭിക്കും എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്നാൽ ദൈവത്തിൻ്റെ ഭരണത്തിന് വിധേയപ്പെടുക, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. നിങ്ങൾ എൻ്റെ നുകം വഹിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നുകം വഹിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിലേക്ക് വിധേയത്വത്തോടെ കടന്നു വരിക എന്നർത്ഥം. അവിടെ വലിയൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആദ്യ മാതാപിതാക്കന്മാർ സാത്താൻ്റെ നുകത്തിന് കീഴിലേക്ക് പോയതിൻ്റെ ഫലമായിട്ട് മനുഷ്യവർഗത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട നിയന്ത്രണം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അങ്ങനെ ആരൊക്കെ യേശുക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലേക്ക് തിരിച്ചു വരുന്നോ അവരെല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ്. ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്നവർക്ക് വീണ്ടും ആ ആദി പറുദീസയിലെ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലെ അനുഭവം, സുരക്ഷിതത്വത്തിൻ്റെ അനുഭവം, ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം, ഐശ്വര്യത്തിൻ്റെ അനുഭവം, ദൈവം സംരക്ഷിക്കുന്ന അനുഭവം, ആ അനുഭവമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ മേൽ അവിടുന്ന് എൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്പത്ത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നവരിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരിക എന്നാണ്. കാരണം ദൈവം അയച്ചവൻ്റെ നിയന്ത്രണത്തിലേക്ക് വരിക. യേശുവിനെ കർത്താവായിട്ട് ദൈവം ഉയർത്തിയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവനായിട്ട്, സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങത്തക്ക രീതിയിൽ അവൻ ആധിപത്യമുള്ള കർത്താവാണ്. അവൻ ആ കർത്തൃത്വത്തെ അംഗീകരിക്കുന്ന അവൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ജീവിതങ്ങൾ ദൈവരാജ്യത്തിലാണ്. അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ അവകാശികളാകാൻ പറ്റും, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന ഐശ്വര്യം ഉണ്ടാകാൻ പറ്റും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈശ്വരനോടുകൂടി ആയിരിക്കുക എന്നാണ്. അപ്പോൾ ഈശ്വരനോടുകൂടി ആയിരിക്കുന്നവർക്ക് എപ്പോഴും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. അത് വെറും ഭൗതികം മാത്രമാണെന്ന് കരുതരുത്. ഭൗതിക ഐശ്വര്യം അതിനകത്തുണ്ട്, എങ്കിലും അവർക്ക് സമാധാനം, ലോകത്തിന് തരാൻ സാധിക്കാത്ത സമാധാനവും, ലോകത്തിന് തരാൻ സാധിക്കാത്ത സുഖവും സുസ്ഥിതിയും ആത്മീയമായ സന്തോഷവും ഒക്കെ ഉണ്ടാകും. സഹനത്തിലൂടെ അവർ കടന്നു പോയേക്കാം, പക്ഷേ ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ ലോകത്തിന് തരാൻ സാധിക്കാത്ത അപാരമായ ആ സുഖം അനുഭവിക്കും, അല്ലെങ്കിൽ ഒരു പാരവശ്യ സന്തോഷം അനുഭവിക്കും. അങ്ങനെ അവർ വീണ്ടും ഇവിടെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏദൻ തോട്ടം പുനഃസ്ഥാപിക്കുന്നവരായിട്ട് മാറും. അതാണ് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നത്. അച്ഛൻ പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം പറുദീസയിൽ നഷ്ടപ്പെട്ടു എന്നൊരു വാക്കുകൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം പറുദീസയിൽ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഈ പറുദീസ വളരെ സുരക്ഷിതമായൊരു സ്ഥലമായിരുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും ഏറ്റെടുത്തൊരു സ്ഥലത്ത് എങ്ങനെ ഒരു പാപം ചെയ്യാൻ, അല്ലെങ്കിൽ സാത്താൻ അവിടെ നമുക്ക് ഇടം കിട്ടി? സാത്താനെ കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ ആദ്യം മുതലേ നുണയനും നുണയുടെ പിതാവുമാണെന്നാണ്. അപ്പോൾ അസത്യമാണ് സാത്താൻ്റെ ആ അസ്തിത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസ്തിത്വമില്ലായ്മയാണ് അവൻ്റെ അസ്തിത്വം. അവിടെ നമ്മൾ കാണുന്നത്
തെറ്റായ ഒരു ചിന്ത പോലും, ഒരു ആലോചന പോലും, ഒരു പ്രലോഭനം പോലും, മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പ്രലോഭനം പോലും സാത്താനിൽ നിന്ന് വരുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പഴം, ദൈവം തിന്നരുത് എന്ന് പറയുന്ന ഒരു പഴത്തിലേക്ക്, അല്ലെങ്കിൽ മരണമാണ് അത് ഭക്ഷിക്കരുതെന്ന് ദൈവം വിലക്കിയിരിക്കുന്ന ഒരു പഴത്തിലേക്ക് മനുഷ്യൻ നോക്കുമ്പോൾ ആകർഷണം അനുഭവപ്പെടുന്നു. പഴത്തിന് അതിൻ്റേതായ ആകർഷണമുണ്ട്. ഈ ആകർഷണ സമയത്ത് ഒരു തോന്നിപ്പ്, ഇതിനെന്താ കുഴപ്പം, മറ്റു പഴങ്ങൾ പോലെ തന്നെയാണല്ലോ ഇതും, അങ്ങനെയുള്ളൊരു ചിന്ത. ഇത് തിന്നാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞ എന്തുകൊണ്ടാണ്, അത് മരിക്കുമോ? അപ്പോൾ അവിടെ ഒരു തോന്നിപ്പായിട്ട്, ഒരു സ്വാധീനമായിട്ട്, കാരണം അതൊരു മരണത്തിൻ്റെ പഴമാണെന്ന് പറഞ്ഞാൽ അവിടെ സാത്താൻ്റെ സാന്നിധ്യമുള്ള ഒരു പഴമാണ് എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യ ചിന്തയിലേക്ക് എപ്പോഴും ഏത് സമയത്തും ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ തെറ്റായ ചിന്ത കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്. മനുഷ്യന് സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗമാണ് എപ്പോഴും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ദൈവത്തിനെതിരായ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാലാഹമാരിൽ പോലും എനിക്ക് ഞാൻ തന്നെ മതി, ദൈവത്തെ കൂടാതെയും എനിക്ക് ആകാമെന്നാണുള്ള അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മനുഷ്യനിലൊരു സാധ്യതയുണ്ട്. എന്ത് സാധ്യത? ദൈവത്തിനെതിരായി ചിന്തിക്കാനുള്ള ഒരു സാധ്യത. ആ സാധ്യതയിലേക്ക് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവിടെ സാത്താൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നു. അത് ഒരു സർപ്പമെന്ന് അതിനെ കാണണമെന്ന് നിർബന്ധമില്ല. അത് പ്രതീകാത്മകമായിട്ട് ഒരു സർപ്പത്തിൻ്റെ സാന്നിധ്യമാണെന്ന് നമുക്ക് കഥയിൽ ലഭിച്ചതെങ്കിലും അരൂപിയായ ഒരു സാത്താൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എവിടെയും കടന്നു ചെല്ലാൻ സാധിക്കുന്ന സാത്താൻ, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് അവതരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദൃക്സാക്ഷി വിവരണമാണ്. സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിവദിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ സാത്താൻ സ്വർഗത്തിലും ഒരു സാന്നിധ്യം കുറച്ചു നേരമെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്. സാത്താനും ഒരു സ്വാതന്ത്ര്യമുണ്ട്. എവിടെയൊക്കെ സാത്താന് ഇടം കിട്ടാൻ സാധിക്കുന്ന അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് സാധ്യമാണ്. അത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇതുപോലുള്ള തോന്നിപ്പുകൾ നമുക്ക് വരാം, പ്രലോഭനങ്ങൾ വരാം. തീർച്ചയായിട്ടും അവിടെ സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുകയാണ്. പ്രലോഭനം ഉണ്ടാകുന്നതല്ല പ്രശ്നം, ആ പ്രലോഭനത്തിന് വിധേയപ്പെടുന്നതാണ് പ്രശ്നം. പ്രലോഭനത്തിന് വിധേയപ്പെടുമ്പോഴാണ് നമ്മൾ സാത്താന് ഇടം കൊടുക്കുന്നത്. ഈശോയും പ്രലോഭനത്തിന് വിധേയപ്പെട്ടല്ലോ. പക്ഷെ പ്രലോഭനത്തിൽ സാത്താൻ അനുകൂലമായൊരു നിലപാടെടുത്തില്ല. ഹവ്വായെ സംബന്ധിച്ചിടത്തോളം സാത്താൻ അനുകൂലമായൊരു നിലപാട് ഈ പ്രലോഭന സമയത്ത് ഹവ്വ എടുത്തു എന്നുള്ളതാണ് സാത്താൻ വിധേയപ്പെട്ടു എന്ന് പറയാൻ കാരണം. അപ്പം ദൈവത്തിൻ്റെ നിയന്ത്രണം വിട്ട് സാത്താൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയി ആ തീരുമാനമെടുക്കലിലൂടെ, അല്ലെങ്കിൽ ആ വിധേയപ്പെടലിലൂടെ. അവിടെയാണ് ദൈവരാജ്യം നഷ്ടപ്പെട്ടത്. സാത്താന് വിധേയപ്പെടുമ്പോൾ നമ്മളുടെ നമുക്ക് നിയന്ത്രണം അവന് കൊടുത്തു, നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും. എങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ദൈവരാജ്യത്തെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചു പിടിക്കലാണ്. തീർച്ചയായിട്ടും. എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുകയും അതിനുള്ള അവസരം അന്വേഷിക്കുകയും ചെയ്യണം. അതെങ്ങനെ വേണമെന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യത്തിൻ്റെ അന്വേഷണം ഏത് തരത്തിലാണ്? അതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ദൈവം സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്ന അറിവ് ഒരു വ്യക്തി കിട്ടുമ്പോൾ, സാത്താൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയ ഒരു വ്യക്തി അതിൻ്റെതായ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെതായ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ദുഃഖദുരിതങ്ങളുടെയും കെടുതികളുടെയും നടുവിൽ ഒരു വശത്ത് ദൈവം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു, ദൈവം എന്നെ സ്വീകരിക്കുന്ന ഉറപ്പ് ദൈവം കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത വിനിയോഗത്തിന് സാധ്യതയുണ്ട്. ആ വിനിയോഗം, സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം വഴി എനിക്ക് ദൈവത്തെ മതി എന്ന് പറയുമ്പോൾ, ഇവിടെ അങ്ങനെ പറയുന്നവരെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി സാത്താനെ തകർത്ത ശക്തി ആയതുകൊണ്ട് അവരെ ദൈവം വീണ്ടെടുക്കുന്നു. അതാണ് യേശുക്രിസ്തുവിൽ ഉണ്ടാക്കുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. കൃപയുടെ ഒരു പ്രവൃത്തിയാണത്. ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വീണ്ടും വരുന്നു. അതാണ് മാനസാന്തരത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ വീണു പോകുന്ന മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവന് വരുന്ന ദുഃഖവും ദുരിതവും എല്ലാം ദൈവത്തിൻ്റെ ഒരു ശിക്ഷയല്ല, അവന് സംഭവിക്കുന്ന കാര്യമെന്നാണ്. ഒരിക്കലും ശിക്ഷയല്ല. ശിക്ഷയുണ്ട്, ശിക്ഷ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ
സ്നേഹിച്ചതാണ് ശിക്ഷാവിധി. പ്രകാശം എന്ന് പറഞ്ഞാൽ ഞാനാണ് പ്രകാശം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനേക്കാൾ തിന്മയെയും ലോകത്തെയും ലൗകിക വസ്തുക്കളെയും വിഷയങ്ങളെയും ദൈവത്തെക്കാൾ യേശുവിനേക്കാൾ പ്രാധാന്യത്തോടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതാണ്, ആ സ്വന്തമാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ശിക്ഷാവിധി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥ, സാത്താന് നിയന്ത്രണം വിട്ടുകൊടുത്ത അവസ്ഥ. അവിടെ ലൗകിക സുഖങ്ങൾ കിട്ടിയേക്കാം, പക്ഷെ ഒരിക്കലും ശാശ്വതമായൊരു സമാധാനമോ സന്തോഷമോ സുഖമോ ബന്ധമോ അവർക്കുണ്ടാകുന്നില്ല. ഏത് സമയത്തും കലഹിക്കാവുന്ന അവസ്ഥ, ഏത് സമയത്തും നിലവിലുള്ള സന്തോഷം നഷ്ടപ്പെട്ട് ദുഃഖിക്കാവുന്ന, നിരാശപ്പെടാവുന്ന അവസ്ഥ, ഭയപ്പെടാവുന്ന അവസ്ഥ എല്ലാം ക്ഷണഭംഗരമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ടെൻഷൻ അവരെ ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവരാജ്യത്തിലായിരിക്കുന്നവർക്ക് ഒരിക്കലും ആ ടെൻഷൻ ഉണ്ടാവുകയില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം നിയന്ത്രിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ അവരുടെ ഭയമോ ദുഃഖമോ ദുരിതമോ ഒന്നും അവരെ ബാധിക്കില്ല. ബാധിക്കാത്ത രീതിയിൽ അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നുള്ള അനുഭവത്തിലേക്ക് വരും. പക്ഷേ ബൈബിളിൽ നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിന്മ വർദ്ധിച്ചിടത്തെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നോഹയുടെ കാലത്ത് ലോകത്ത് തിന്മ പെരുകിയും ദൈവം കണ്ടു, അവിടെ ജലപ്രളയം ഉണ്ടായി. സൊദോം ഗൊമോറയിൽ പാപങ്ങൾ വർദ്ധിച്ച സമയത്ത് തീയും ഗന്ധവും ഇറങ്ങി അവിടെ നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തു. ഇതിനെ ഒരു ശിക്ഷാവിധി അല്ലാതെ മറ്റെന്തായിട്ട് നമുക്ക് കാണാൻ കഴിയും? ശിക്ഷയായിട്ട് തന്നെ കാണാം, പക്ഷേ ദൈവം കൊടുക്കുന്ന ശിക്ഷയാണെന്ന് പറയുന്നതാണ് അവിടെ തെറ്റ്. ശിക്ഷയുണ്ട്, പക്ഷെ ശിക്ഷ ദൈവത്തിൽ നിന്നല്ല. ഉദാഹരണത്തിന് സൊദോം ഗൊമോറ തന്നെ എടുക്കുക. നീതിമാന്മാർ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ശിക്ഷ ഒഴിവാക്കാമെന്ന് ദൈവം പറയുമ്പോൾ അതിനർത്ഥം ശിക്ഷിക്കാൻ നടക്കുന്ന ഒരു ദൈവമല്ല, ശിക്ഷയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട്, ശിക്ഷ വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവത്തെ നമ്മളവിടെ കാണുന്നത്. 50 നീതിമാന്മാരില്ലാത്ത ഒരു സാഹചര്യത്തിൽ 40 അല്ലെങ്കിൽ 30 മിനിമം 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ശിക്ഷ ഒഴിവാക്കി തരാമെന്ന് പറയുന്ന ദൈവത്തെയാണ് കാണുന്നത്. അപ്പം ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല, ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ ഏത് വിധേനയും രക്ഷിക്കാനുള്ള മാർഗം തേടി നടക്കുന്ന, അതിന് മനുഷ്യൻ്റെ സഹകരണം തേടി നടക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതാണ് സത്യദൈവം. പിന്നെ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ദൈവവിജ്ഞാനി എന്ന് പറയുന്നത് ഒരു പ്രാരംഭ ദശയിലുള്ള ദൈവവിജ്ഞാനീയമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വികാസ പരിണാമത്തിലൂടെ യേശുക്രിസ്തുവിൽ പൂർണ്ണമായതാണ്. യേശുക്രിസ്തുവിൽ പൂർണ്ണമായെങ്കിലും എല്ലാവരും അത് പൂർണ്ണതയിൽ കണ്ടെത്തുകയോ സ്വീകരിക്കുകയോ ചെയ്തു എന്ന് വരുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി. അതാണ് സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൽ പൂർണ്ണമായ സത്യം പോലും യേശുവിൻ്റെ അപ്പസ്തലന്മാർക്ക് മനസ്സിലായെന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ഈ ശിക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ പുതിയ നിയമത്തിൻ്റെ പല പേജുകളിലൊക്കെ കാണും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് റോമാലേഖനം 9 അധ്യായത്തിലൊക്കെ നമ്മൾ കാണും, ദൈവം ചില ആളുകളെ ക്രോധപാത്രങ്ങളാക്കി മുൻകൂട്ടി നിശ്ചയിച്ച് സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ കാണും. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, അത് കഴിഞ്ഞ തലമുറയിലെ മനുഷ്യൻ്റെ ഒരു ധാരണ ഈ പുതിയ നിയമത്തിലുള്ളവർക്കും ആ ഘട്ടത്തിൽ ആ ധാരണ ഉണ്ടായിരുന്നു. അവർ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. യേശു സത്യത്തിൻ്റെ പൂർണ്ണത നമുക്ക് തന്നു, പക്ഷെ എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടില്ല. അത് സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പടിപടിയായിട്ട് മനുഷ്യൻ കടന്നു വരിക ചെയ്യുന്നത്. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും, ഈ കാലഘട്ടത്തിലായിരിക്കാം ഈ സത്യത്തിൻ്റെ ആ വെളിപാട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 15 കൊല്ലം മുമ്പ് ദൈവം ശിക്ഷിക്കുകയില്ല, ശിക്ഷ ദൈവത്തിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തിരുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. നഖശികാന്തം എതിർത്തവർ, എൻ്റെ പ്രസംഗം പോലും തടയണം എന്ന് മെത്രാന്മാരോട് ആവശ്യപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള പലരും പിന്നീട് 6-7 വർഷം കഴിഞ്ഞപ്പം പലിശിക്കെന്ന് പറഞ്ഞു തന്നെയാണ് ശരി, ഇത് തന്നെയാണ് ശരി എന്ന് സമ്മതിക്കുകയും അങ്ങനെയുള്ള ആ സന്ദേശം ഉൾക്കൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിലർ ഇത് ദൈവം ശിക്ഷിക്കും എന്ന് പറയുന്നത് അതാണ് ശരിയെന്ന്, ദൈവം ശിക്ഷിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഏതാനും നാൾ കഴിയുമ്പോൾ അവരും ഈ സത്യം അറിയുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം ഇത് സഭയുടെ പഠനങ്ങൾക്കൊന്നും എതിരല്ലത്. ഞാൻ ഇത് പറയുന്നത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രികളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എത്രയോ വട്ടം ഞാൻ വായിച്ചിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ, മാത്രമല്ല ഏത് ചാക്രിക ലേഖനം ഇറങ്ങിയാലും ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ എടുത്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഞാൻ അസന്നിഗ്ധമായിട്ട്
സഭയുടെ പഠനത്തിന് വ്യത്യസ്തമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എത്രയോ മെത്രാന്മാരുടെ മുമ്പിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും എന്നെ വിലക്കിയിട്ടില്ലല്ലോ. എൻ്റെ അധികാരികൾ തന്നെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് എൻ്റെ സുപ്പീരിയർ ജനറൽ 2 ബാച്ചായിട്ട് എൻ്റെ സഭയിലെ അച്ഛന്മാരെ തന്നെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ച് അവരുടെ മുമ്പിൽ ഇരുത്തിയല്ലോ. അപ്പോൾ അവിടെയെല്ലാം നാം കാണുന്നത് ഈ സത്യം ഇപ്പോഴായിരിക്കും ഈ സത്യം ലോകത്തിന് വെളിപ്പെട്ടത്. ഇതിനു മുമ്പ് വെളിപ്പെട്ടില്ല. അങ്ങനെ ഓരോരുത്തരിലൂടെയും ഒക്കെയാണല്ലോ, ഓരോ കാലഘട്ടത്തിലാണല്ലോ ഓരോന്ന് വെളിപ്പെടുന്നത്. ആ വെളിപ്പെടുന്നതിനെ പരിശോധിച്ചിട്ടാണ് പിന്നീട് ചിലപ്പോൾ അടുത്ത ഒരു കൗൺസിൽ വരുമ്പോഴായിരിക്കാം ഈ സന്ദേശത്തെ ഉൾക്കൊണ്ട് അതിനെ ഒരു ഡിഗ്രി ആക്കി നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയൊരു വെളിപാടായിട്ട് സ്വീകരിക്കുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പറുദീസയിൽ നടന്നൊരു പാപത്തിന്റെ ഫലം മൂലം ലോകത്തിലേക്ക് ശിക്ഷ കടന്നു വന്നു. ദൈവത്തിന്റെ നിയന്ത്രണം വിട്ടപ്പോൾ ഉണ്ടായ ഒരു ഡിസോർഡർ, ആ ഡിസോർഡർ മനുഷ്യന് ശിക്ഷയായി തീർന്നു. അതിനെ പരിഹരിക്കണമെങ്കിൽ ആ ഡിസോർഡറിന്റെ കെടുതികളെ ഏറ്റുവാങ്ങാൻ കഴിവുള്ളവന് വരണം. അങ്ങനെ കഴിവുള്ളവനായിട്ട് മനുഷ്യവർഗത്തിൽ ആരുമില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ തന്നെ അയച്ചു. ആ പുത്രൻ പാപത്തിൻ്റെതായ എല്ലാ കെടുതികളെയും പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെയും അതിൻ്റെ എന്താ പറയുക എല്ലാത്തിനെയും ഏറ്റുവാങ്ങി, തന്നിലേക്ക് തന്നെ ഏറ്റുവാങ്ങിയിട്ട് അവൻ അങ്ങനെ പാപത്തിൻ്റെ ആ ഒഴുക്ക് തടഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്നിട്ട് അവിടുന്ന് ആവശ്യപ്പെട്ടതാണ്, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും എന്നോട് ചേർന്ന് യേശുവിൻ്റെ ഭൗതിക ശരീരമാണെന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഈ പാപഹേതുക്കളെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങളെ, പരിണത ഫലങ്ങളെ, സഹനത്തെ ഏറ്റുവാങ്ങുക. അങ്ങനെ ഈ ലോകത്തെ വിശുദ്ധീകരിക്കുക. ഞാനോ എന്നും ലോകാവസാനത്താണ് നിങ്ങളോട് ഉണ്ടായിരിക്കും. എൻ്റെ ശരീരം അതിനുവേണ്ടി എന്നും നിങ്ങളുടെ മുമ്പിൽ ബലിവേദിയിൽ ഞാൻ അർപ്പിക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ. അങ്ങനെ ലോകം മുഴുവനും വിശദീകരിക്കപ്പെടുന്നൊരു പ്രോസസ്സ് വിശുദ്ധ കുർബാനയിലൂടെ നടക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നവരെല്ലാം പൂക്കളും നൈവേദ്യങ്ങളും അല്ല കൊണ്ടുവരേണ്ടത്. പിന്നെന്താ കൊണ്ടുവരണ്ടേ? തങ്ങൾ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളായ വേദനയും സഹനത്തെയും ഒക്കെയാണ്. ഒരാളെന്നെ ഉപദ്രവിച്ചെങ്കിൽ ആ ഉപദ്രവം ആ വ്യക്തിക്കെതിരെ പരിഗണിക്കാതെ ആ വ്യക്തി അനുഗ്രഹിച്ചുകൊണ്ട് ആ വേദനയുമായിട്ടാണ് വരേണ്ടത്, ആ മുറിവുമായിട്ടാണ് വരേണ്ടത്. അതെല്ലാം യേശുവിൻ്റെ ബലിവേദിയിൽ അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ബലിയിൽ നമ്മൾ പങ്കുചേരുന്നു. യേശുവിൻ്റെ ബലിയുടെ പ്രത്യേകത എന്താണ്? ബലിവസ്തുവും ബലി അർപ്പകനും ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളും അതേ ഒരവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ബലിയർപ്പിക്കേണ്ടത് എന്നെ തന്നെയാണ്. എനിക്കെതിരെ പാപം ചെയ്തവൻ്റെ പാപം മൂലം എന്നിൽ നടന്നു പോയ സുഖമായിരിക്കാം, എൻ്റെ സൽപ്പേരായിരിക്കാം, എൻ്റെ സമ്പത്തായിരിക്കാം, അവൻ തട്ടിയെടുത്തതിൻ്റെ സമ്പത്തായിരിക്കാം. അതെല്ലാം വാസ്തവത്തിൽ അവൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു സഹനബലിയുടെ ഒരു മനോഭാവത്തിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബലിവേദിയിൽ വെക്കുമ്പോൾ യേശുവിൻ്റെ ബലിയിലേക്ക് ഞാനും ഉൾച്ചേരുകയാണ് ചെയ്യുന്നത്. ഞാനും അവനോടൊപ്പം ഒരു ബലിവസ്തുവും ബലിയർപ്പകനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആരുടെയൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചോ അവരെല്ലാം അതുവഴി രക്ഷ പ്രാപിക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉണ്ടാകുന്നത്. എനിക്കോ മഹതീകരണമാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന വചനം നമ്മൾ ഓർക്കുക. അപ്പോൾ ഇതിലൂടെ ഞാനും എൻ്റെ ശരീരത്തിൽ കൂടി കൊള്ളുന്ന പാപത്തിൽ നിന്ന് മോചനം നേടുകയും യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരനാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈശോ ബലി ഇവിടെ സ്ഥാപിച്ചത്, തൻ്റെ ബലി തുടരുന്നത് നമ്മളിലൂടെ. ബലിയിലൂടെ നമ്മളോട് ദ്രോഹം ചെയ്തവരുടെ സകല വേദനകളും പ്രശ്നങ്ങളും ഞാൻ സമർപ്പിക്കുമ്പോൾ ഞാനത് എൻ്റെ പാപങ്ങൾക്ക് തന്നെ പരിഹാരം ചെയ്യുകയാണോ അതോ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം? അത് ആ വ്യക്തിയുടെ പാപത്തിന് പരിഹാരമാണ്. എനിക്ക് അതൊരു പ്രായശ്ചിത്തമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിലെ പാപാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ പാപം എൻ്റെ ശരീരത്തിലുണ്ട്. ആ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ പാപത്തെ ഇല്ലാതാക്കാൻ ഈ സഹനത്തിന് ശേഷിയുണ്ട്. ഈ സഹനം യേശുവിൻ്റെ സഹനത്തോട് ചേരുമ്പോൾ അതൊരു മരുന്നായി തീരുകയാണ്. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിക്ക് ആ വിഷത്തിൻ്റെ മരുന്നെന്ന് പറയുന്നത് അതേ ഇനം പാമ്പിൻ്റെ വിഷമെടുത്ത് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ആൻറ്റിവെനമാണ്. എന്നതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ ഈ ഒരു പ്രോസസ്സിൽ ഒരു സഹനം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അനീതി എനിക്കത് രക്ഷയ്ക്കും വിശദീകരണത്തിനും മഹത്വീകരണത്തിനും ആരുടെ പാപമാണോ ആ വ്യക്തിക്ക് വിടുതലിനെല്ലാം
കാരണമാകുന്നുണ്ട്. നീ ക്ഷമിക്കുന്നവനോട്, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു എന്ന് യേശു പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ എന്നിലൂടെയാണ് ആ വ്യക്തിയിലേക്ക് പോകേണ്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിലൂടെയാണ് ഒരു വ്യക്തിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ക്ഷമിക്കാനും അനുഗ്രഹിക്കാനും കിട്ടുന്ന അവസരമാണ് ബലിയർപ്പണത്തിൻ്റെ അവസരങ്ങൾ. അപ്പോൾ യേശു സഹിച്ച പീഡകൾ പിതാവിൻ്റെ ശിക്ഷയായിട്ട് ബൈബിളിൽ ചില സൂചനകളുണ്ട്. റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പിതാവ് പുത്രനിലെ ശരീരത്തിൽ ശിക്ഷ വിധിക്കുകയാണ് ചെയ്യുന്ന സൂചന ഇതിനകത്ത് കാണുന്നത്. തീർച്ചയായിട്ടും. അതായത് പാപം എന്നത് ഇല്ലാതാകണമെങ്കിൽ പാപം ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉള്ളിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ ഒരു ഫലം ദൈവമായിട്ടുള്ള ബന്ധവിച്ഛേദമായി തീർന്ന് കൃപയുടെ നഷ്ടമായി തീർന്ന് ആ വ്യക്തി കൃപയില്ലാത്തൊരു പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നു. അത് ശരീരത്തിലാണ് ആ പ്രവൃത്തി വരുന്നത്. ആ ശരീരത്തിൽ ആ പ്രവൃത്തി വരുമ്പോൾ വേറൊരു വ്യക്തിയിലേക്ക് അതൊരു ഒരു ഒരു വേദനയായിട്ട് അത് കടന്നുചെല്ലുകയാണ്. ഇപ്പോൾ ഒരാളെ അടിക്കുന്നു, അടിച്ച വ്യക്തിയിൽ നിന്ന് അടികൊണ്ട വ്യക്തിയിലേക്ക് തീർച്ചയായിട്ടും പാപം മൂർത്തരൂപം പ്രാപിച്ച് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ആ വ്യക്തി തിരിച്ചടിക്കുകയാണെങ്കിൽ പാപം ഇരട്ടിക്കുകയാണ്. അതേസമയം ഈ ശിക്ഷ, അതായത് അടിച്ചു എന്നുള്ള ആ അടി ഒരു ശിക്ഷയായിട്ട് സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയാൽ അതിന് പരിഹാരം ആയിത്തീർന്നു. അതേസമയം അത് ഞാൻ അർഹിക്കാത്തതാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ അവിടെ പരിഹാരം ഉണ്ടാകില്ല. അങ്ങനെ പരിഹാരം ഉണ്ടാകാത്തതുകൊണ്ട് പാപം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് എല്ലാം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. അതേസമയം അടിച്ച ആളുടെ അടി കൊണ്ട ആളെ സംബന്ധിച്ചിടത്തോളം അർഹിക്കാത്തൊരു ശിക്ഷയാണ്. ആ ശിക്ഷയെ പരാതി കൂടാതെ പരിഭവം കൂടാതെ ഏറ്റുവാങ്ങിയാൽ, അതാണ് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രനെ പ്രതി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിതായിട്ട് കരുതുകയും തിരസ്കരിക്കുകയും സർവ്വതും വ്യാജമായിട്ട് നിങ്ങൾക്കെതിരെ ചെയ്യാത്തത് കിട്ടിഞ്ഞൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ പറഞ്ഞതിന് കാരണം അതാണ്. അപ്പോൾ അതൊരു ശിക്ഷയാണ്. ആ ശിക്ഷ അർഹിക്കാത്തൊരു ശിക്ഷ ആയതുകൊണ്ട് അർഹിക്കാത്ത ശിക്ഷ ആരേറ്റുവാങ്ങുന്നു? അവരെല്ലാം ഈ പാപത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നവരും ലോകത്തെ പാപമില്ലാത്തൊരു ലോകമാക്കി മാറ്റാൻ ദൈവത്തോട് യേശുക്രിസ്തുവിനോട് സഹകരിക്കുന്നവരുമാണ്. പത്രോസിലെ ചോദിക്കുന്നുണ്ട് ലേഖനത്തിൽ, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത്? നന്മ ചെയ്തിട്ടും അടി കൊണ്ടാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. എന്താ കാരണം? നന്മ ചെയ്തിട്ടും അടി കൊണ്ടാൽ ആ അടിച്ച ആളിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ്. സന്തോഷത്തോടെ ആ വ്യക്തി ആ ശിക്ഷ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പാപിക്ക് മാനസാന്തരവും ഏറ്റെടുത്ത ആളിന് മഹത്വവും കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് യേശുവിൻ്റെ സഹനത്തിൻ്റെ പ്രത്യേകത. ആ സഹനത്തിലാണ് നമ്മൾ പങ്കുചേരണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരം എനിക്കല്ല ചെയ്യാൻ കഴിയുന്ന യേശുവിനാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ആരുടെ മേൽ എൻ്റെ പാപം ചെന്ന് വീണോ ആ വ്യക്തിക്കാണ് പരിഹാരം ചെയ്യാൻ പറ്റുന്നത്. ആത്യന്തികമായിട്ടത് യേശു തന്നെയാണ്. യേശുവിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത്. യേശുവിനെ തിരസ്കരിക്കലാണ്. അതുകൊണ്ട് യേശു പരിഹാരം ചെയ്യുന്നു. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ യേശുവിനോട് ചേർന്ന് നിന്ന് ഇപ്പോൾ സഹിക്കുന്നവരും അത് ഏറ്റെടുക്കുന്നു, പരിഹാരമായിട്ട് എടുക്കുന്നു. അതുകൊണ്ടാണ് കൊളോസസ് ലേഖനത്തിലൂടെ പൗലോസ് പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ കുറവ് വന്നത് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. അപ്പോൾ പാപം ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ ദൈവരാജ്യത്തിലാവുന്നു, അല്ലെങ്കിൽ പാപം ഉപേക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, പാപം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. പാപം ഉപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമായില്ല, പാപം ഉപേക്ഷിക്കുകയും യേശുവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് വിധേയപ്പെട്ടു വരികയും അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇടയാവുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം ഉണ്ടാകുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവൻ്റെ രാജ്യത്തിന് അതിർത്തിയില്ല, അവസാനമില്ലെന്നുള്ളതാണ്. അപ്പോൾ അതിർത്തിയില്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ? ഇവിടെയാണ് സങ്കല്പിക്കാൻ പറ്റുന്നത്. യേശുക്രിസ്തുവിന് വിധേയപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ഇന്ത്യയിലും ഉണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്, ഗൾഫിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം യേശുക്രിസ്തുവിൻ്റെ ആ നിയന്ത്രണത്തിൽ കൂട്ടായ്മയിലായതുകൊണ്ട് സമയത്തിനും കാലത്തിനും അതീതമായിട്ട് അവർക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് അവസാനമില്ല എന്ന് പറയാൻ കാരണം അതാണ്. അത് സ്വർഗത്തോളം ഈ സമയത്തിൻ്റെ
ആ അതിർവരമ്പിനപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവരാജ്യം ഇവിടെ ആരംഭിക്കുന്നു. അത് സമയത്തിന് അതീതമായിട്ടത് വളർന്ന് അത് സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയായിട്ട് മാറുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിലാകുന്ന വ്യക്തി ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കും. ദൈവരാജ്യം നീതി അന്വേഷിക്കും. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ എന്താണ് ആ ദൈവനീതി എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈശോ ചോദിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ചാൽ അതുകൊണ്ട് എന്ത് മേന്മയാണ് ഉള്ളത്? നിങ്ങൾക്ക് കടം തരുന്നവർക്ക് കടം തന്നാൽ എന്ത് മേന്മയാണുള്ളത്? അങ്ങനെ ആ രീതിയിലാണ് ഈശോ ചോദിക്കുന്നത്. അത് പാപികളും ചെയ്യുന്നില്ലേ? ഞാൻ പറയും, സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ പട്ടികൾക്കും കഴിയുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കും. കഴിയുന്നുണ്ട്. അവരെ പറ്റുന്ന പോലെ അവർ തിരിച്ച് സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന ആ ദൈവരാജ്യത്തിലെ നീതി എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ നോട്ടത്തിൽ ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുത്താലേ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുക്കണം. സ്നേഹം ഇല്ലാത്തവരാണല്ലോ എന്നെ വെറുക്കുന്നത്. അപ്പോൾ വെറുക്കുന്നവർക്ക് സ്നേഹമില്ല, അവർക്ക് വെറുപ്പിൻ്റെ ആവശ്യമില്ല, ഇഷ്ടംപോലെ വെറുപ്പുണ്ട്. അപ്പോൾ വെറുപ്പാണ് അവർക്ക് കൊടുക്കേണ്ടത്, അല്ല അവർക്കില്ലാത്ത സ്നേഹമാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്നെ അനുഗ്രഹിക്കാൻ കഴിയാതെ എന്നെ ശപിക്കുന്ന വ്യക്തിക്ക് ഞാൻ ശാപം തന്നെ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവന് ഇഷ്ടംപോലെ ശാപം ഉണ്ടല്ലോ. അവനില്ലാത്തത് അനുഗ്രഹമാണ്. അതുകൊണ്ട് അവനെ തുറന്ന് അനുഗ്രഹിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ എല്ലാം അങ്ങനെ എന്നെ ആദരിക്കാത്ത വ്യക്തിക്ക് അവൻ ആദരണീയനല്ല. അതുകൊണ്ട് ഞാൻ അവനെ ആദരിച്ച് അവനെ ആദരണീയനാക്കുന്നു. അങ്ങനെ ആ രീതിയിലാണ് ദൈവരാജ്യത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ, ലോകത്തിൻ്റെ അളവുകോലനുസരിച്ച് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുക. എൻ്റെ ദൈവം എനിക്ക് നീതി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടത് 100 ഇരട്ടി നിത്യജീവൻ സഹിതം ഞാൻ തരും. അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. ഇവിടുത്തെ സകല വഴക്കും കോടതി എന്തിൻ്റെ വരില്ല. എനിക്ക് നീതിപൂർവ്വം കിട്ടേണ്ടത് കിട്ടിയില്ലെന്ന് പറഞ്ഞുള്ള വഴക്കാണ്. അപ്പോൾ സകല വഴക്കും നിൽക്കും. നഷ്ടപ്പെട്ടതിന് അനേക മടങ്ങ് അവർക്ക് കിട്ടാനിടയാകും. അപ്പോൾ ഇവിടെ ഒരു പുതിയ വ്യവസ്ഥിതി, ദൈവരാജ്യം ഉണ്ടാകും. അപ്പോൾ ദൈവനീതി അന്വേഷിക്കുമ്പോഴാണ് ഇവിടെ ദൈവരാജ്യം ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ദൈവനീതിയുടെ ഏറ്റവും മഹത്തായ ഒരു വശം എന്ന് പറയുന്നത്, മനുഷ്യൻ ദൈവത്തോടുകൂടെ വസിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി. അതുകൊണ്ടാണ് അവനെ ഏദൻ തോട്ടത്തിൽ ആക്കിയതും ദൈവത്തിൻ്റെ സഹവാസം അവിടെ ഉണ്ടായതും. അങ്ങനെയുള്ള ആ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു സാത്താൻ്റെ ആ പ്രലോഭനവും അവൻ്റെ വഞ്ചനയൊക്കെ. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് മനുഷ്യൻ കഴിയുന്ന അനീതിയാണ്. അപ്പോൾ എന്ത് വേണം? ദൈവത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രവൃത്തി നീതിയുടെ പ്രവൃത്തിയാണ്, ദൈവനീതിയുടെ പ്രവൃത്തിയാണ്. അതാണ് വാസ്തവത്തിൽ കുരിശ് എന്ന് പറയുന്നത് ദൈവനീതിയാണെന്ന് പറയാൻ കാരണം അതാണ്. സീറോ മലബാർ വിശുദ്ധ കുർബാനയിലെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ഞങ്ങളെല്ലാവരും യഥോചിതം അങ്ങേ പ്രീതിപ്പെടുത്തണം. അതെ. അപ്പോൾ ദൈവത്തിന് പ്രീതി ഉണ്ടാകുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ ദൈവപ്രീതി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി, കരുണയെ വെളിപ്പെടുത്തി ആ വ്യക്തിയെ ആകർഷിച്ച് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബലപ്രയോഗത്തിലൂടെ നമുക്ക് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശെന്ന് പറയുന്ന ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അത്ര വലിയ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം, കാരുണ്യത്തിൻ്റെ അത്ര വലിയ ഔദാര്യത്തിൻ്റെ ആവിഷ്കാരമാണത്. നീതീകരിക്കുന്ന സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. പിതാവെ, ഇവർ ചെയ്ത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയുന്ന പാപിയെ നീതീകരിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ്. അപ്പോൾ പാപം ചെയ്ത ഒരു വ്യക്തിക്ക് ദൈവത്തെങ്കിലേക്ക് വരാനായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ നീതീകരിക്കുന്ന ദൈവത്തെ കാണുമ്പോഴാണ്. അല്ലാതെ തക്കതായൊരു ശിക്ഷ തരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ പറ്റുന്നത്? കുറ്റം വിധിക്കുന്നവരുടെ അടുത്തേക്ക് എങ്ങനെയാണ് കടന്നു വരാൻ പറ്റുന്നത്? അപ്പോൾ കടന്നു വരാൻ പറ്റണമെങ്കിൽ എന്നെ പാപം ചെയ്യാത്തവനെ പോലെ പരിഗണിച്ച് തൊത്രൻ്റെ പിതാവ് മകനോട് ചെയ്തതുപോലെ നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായിട്ട് എനിക്ക് സമൃദ്ധമായി
തരുന്നവനാണ് എൻ്റെ ദൈവം എന്നുള്ള തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടിരുന്നത്, പാപസുഖം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യന് ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണമെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടുമെന്ന് ഉറപ്പ് വേണം, വേണ്ടേ? കിട്ടുമെന്ന് ഉറപ്പ് വേണം, അല്ലാതെ മനുഷ്യൻ ഉപേക്ഷിക്കുകയല്ല. അപ്പോൾ ത്യാഗം എന്ന് പറയുന്നത് എന്താ? ഉപേക്ഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് കിട്ടുന്നതിന് വേണ്ടി ഉപേക്ഷിക്കുന്നത്, അല്ലാതെ ഒന്നും ത്യാഗമല്ല. അപ്പോൾ അതുകൊണ്ട് അത് അറിയണമെങ്കിൽ ഇവിടെ കിട്ടുമെന്നുള്ള ഉറപ്പ് കിട്ടണം. അപ്പോൾ യേശുവാണ് ആ ഉറപ്പ് കൊടുക്കുന്നത്. ആ ഉറപ്പാണ് ജീവിതത്തിലുടനീളം, അല്ലെങ്കിൽ പരസ്യജീവിതത്തിലുടനീളം ഈശോ ഉപമ വഴിയും തൻ്റെ ജീവിതത്തിലെ ഓരോ സാക്ഷ്യങ്ങൾ വഴിയും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു വിശ്വാസം കിട്ടുന്നു, അതിനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു. ദൈവത്തോടുകൂടെ ആയിരിക്കുന്നതിൻ്റെ ആ സുഖമാണെന്ന് തിരിച്ചറിയുന്ന ആ വ്യക്തി അങ്ങോട്ട് തിരികെയാണ്. അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ കുരിശിലെ യേശുവിന് മാത്രമേ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ.